എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് നോക്കാം. Devil energy, 4 of Pentacles, Justice, 7 of Pentacles, 5 of Pentacles, അതുപോലെ തന്നെ Knight of Wands energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയും പാനിക്കാവേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു മാസം തന്നെയായിരിക്കും. ആദ്യം തന്നെ ഡെവിൾ എനർജിയാണ്. അപ്പോൾ ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ അതായത് എല്ലാവരോടും നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ചില ആളുകൾ പലരും നീതിക്കും ന്യായത്തിന് നിരക്കുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിക്ക് നിരക്കുന്ന രീതിയിലാണ് പൊതുവെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടിയും ചില ആളുകൾ ചില കാര്യങ്ങൾ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ അത് സാരമില്ല, അതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം നിയമം ശ്രദ്ധിക്കാതെ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് ഭാവിച്ചതായിരിക്കും കൂടെയുള്ള ആളുകളോ, അല്ലെങ്കിൽ പലരും പല കാര്യങ്ങളിലും അതൊന്നും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന പോലെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമക്കുരുക്കിൽ പെട്ടേക്കാം. പിന്നെ ഇതിനു മുമ്പ് നിങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിയമത്തിന് എതിരായിട്ടുള്ള രീതിയിൽ ചെറുതാണെങ്കിൽ പോലും അത് പൊതുവെ എല്ലാവരിടത്തും പറഞ്ഞ് നടക്കുന്ന ഒരു ശീലം, ഞാൻ അങ്ങനെയായിരുന്നു വന്ന് ചെയ്തത്, അതുകൊണ്ട് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങനെയുള്ളൊരു പറച്ചിൽ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മാസം ഇങ്ങനെയുള്ള പറച്ചിലുകൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അത് പിന്നീട് ഒരു നിയമക്കുരുക്കിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വളരെയധികം പ്രത്യേകതയോട് കൂടിയിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാം കണ്ടില്ലെന്ന് നടിക്കില്ല. മാത്രമല്ല, നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറ്റകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും അത് ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ അത്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയോ പരിഹാരങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള നിയമക്കുരുക്കുകൾ പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 4 of Pentacles എനർജിയാണ്. അപ്പോൾ പൊതുവേ ഒരു ഫൈൻ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വലിയ രീതിയിൽ, അപ്പോൾ അഥവാ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ഒരു അഡ്വക്കേറ്റിനെ മറ്റോ വച്ച് അന്വേഷിക്കുക, അറിയുക. അതിന് ഫൈനോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടച്ചതോടെ നിയമപരമായിട്ട് തന്നെ തീർക്കാനായിട്ട് നോക്കുക. അല്ലാതെ വീണ്ടും തെറ്റിൻ്റെ മുകളിൽ തെറ്റ്, നുണകൾക്ക് മുകളിൽ നുണ വച്ചിട്ട് ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ധനനഷ്ടം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലുള്ളവർക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എല്ലാവർക്കുമല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുരുക്കുകൾ, ഫൈൻ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഫൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അബദ്ധമാണെങ്കിൽ പോലും നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈൻ അടച്ചത് അവിടെ തീർക്കുക. അല്ലാതെ ചില ആളുകൾ ഈ കൊച്ചു കാര്യത്തിന് വേണ്ടി പോലും കുറുക്കു വഴികളൊക്കെ ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യാതിരിക്കും ഈ ഒരു മാസത്തിൽ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള നഷ്ടം, അത് നഷ്ടമല്ല, ഭാവിയിലേക്ക് നല്ലത് തന്നെയാണ് അതവിടെ തീർത്ത് വയ്ക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, അതായത് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തിലൊരു സാമ്പത്തിക ഭദ്രത കുറവാണെന്നുള്ളൊരു തോന്നൽ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ, നിങ്ങളുടെ തൊട്ടടുത്തുള്ളവരെ, നിങ്ങളുടെ നെയ്ബർ ആയിരിക്കാം, മറ്റാരെങ്കിലും, അവരുടെയൊക്കെ സാമ്പത്തികം കണ്ടിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം കുറവാണെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളെക്കാൾ സാമ്പത്തികം കൂടുതലുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക.
ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അവർ ബാഹ്യമായിട്ട് കാണിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല. ചില ആളുകൾ ആഡംബരം കാണിക്കുന്നുണ്ടാവും, ക്രെഡിറ്റിൽ കാര്യങ്ങൾ എടുത്തിട്ടൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അതാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ജീവിതമല്ല അവരുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചിലവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതേപോലെ തന്നെ ജസ്റ്റിസ് എനർജിയാണ്, കർമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഇതിനു മുമ്പ് നിങ്ങളാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നല്ല കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്താൽ അതിനുള്ള ഫലം ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ സത്യസന്ധതയോട് കൂടിയിട്ട് നിൽക്കുക എന്നുള്ളത് എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ലീഗലായിട്ട് ലോയും ലീഗലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു എനർജി പോസിറ്റീവാണ് നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ, മെഡിക്കോ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മെഡിസിനും ലീഗലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോയും മെഡിസിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളും വളരെ മുന്നേറ്റം നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ലോ, അതായത് LLB LLM ഒക്കെ പരീക്ഷകൾ പാസ്സാവുന്നത്, അതായത് ലോയറായിട്ട് മാറുന്ന ഒരു എനർജി, ആ ഒരു കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എനർജി ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കാര്യങ്ങളായിരിക്കും, നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ചിലപ്പോൾ ലീഗൽ പ്രൊഫഷനിലുള്ള ഒരാളായിരിക്കാം. അങ്ങനത്തെ എനർജിയും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് നേട്ടം കൊണ്ടുവരുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൊണ്ടുവരുന്ന സമയം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, കരിയറിൽ നേട്ടം ഉണ്ടാവും, അതായത് പ്രൊമോഷൻ കാണിക്കുന്നുണ്ട്, ശമ്പള വർധനവും. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഈ ഒരു മാസത്തിലുണ്ടാകുമ്പോൾ മുന്നോട്ടേക്ക് പ്രൊമോഷനോ ശമ്പള വർധനോ ആകുമ്പോൾ മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിലും അത് ഉണ്ടാകുമല്ലോ. പക്ഷേ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശമ്പളം വർദ്ധിക്കുന്നു, അതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചില സാമ്പത്തികം ഇങ്ങോട്ടേക്ക് വരുന്ന പോലെ അങ്ങോട്ടേക്ക് പോകുന്നുമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ വഴി ചിലപ്പോൾ സമ്പത്ത് പല കാര്യങ്ങളിലായിട്ട് ചിലവായി പോകുന്നുണ്ട്. പക്ഷെ അതിനെ കുറച്ച് വിഷമിക്കാതിരിക്കുക. കാരണം പ്രൊമോഷനും കാര്യങ്ങളെന്ന് പറയുമ്പോൾ അടുത്ത മാസത്തിൽ ഈ പറഞ്ഞ പോലെ വർധനവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അല്ലലുകൾ, പ്രശ്നങ്ങൾ, അത് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. 5 പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധികൾ വരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അത് എല്ലാം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊതുവിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മക്കളിൽ നിന്നൊക്കെ അവരുടെയൊക്കെ ഒരു സഹായം വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാവാം ഇത് സൂചിപ്പിക്കുന്നത് ചില ആളുകളിൽ. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ ചെലുത്തിയാൽ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളോ, അതായത് നിങ്ങളുടെ ജീവിതചര്യകളിൽ മാറ്റം കൊണ്ടുവരുത്താൻ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് ജീവിതം നയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നൈറ്റ് ഫോൺസ് എനർജിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ്. മത്സര പരീക്ഷകൾ കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് എൻട്രൻസ് എക്സാംസ്, PSCക്ക് പരിശീലിക്കുന്നവർ പലതരത്തിലുള്ള അങ്ങനത്തെ എക്സാമിലൊക്കെ വിജയ സാധ്യതകൾ കൂടുതൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ പഠിത്തം നിർത്തി ജോലിയിൽ പോയിട്ടുള്ളവർക്ക് വീണ്ടും തിരിച്ച് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജോലി നിർത്തി വീണ്ടും തിരിച്ച് വിദ്യാഭ്യാസം പുനരാരംഭിക്കാനുള്ള ചാൻസസ് ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിയോടൊപ്പം ചിലപ്പോൾ നൈറ്റ് ക്ലാസ്സോ ഈവനിങ് ക്ലാസ്സൊക്കെ പോകുന്ന ആ ഒരു വീക്കെൻഡ് ക്ലാസ്സൊക്കെ പോകുന്ന ഒരു സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.